ഇതാ ഈ ഒരു ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറിനാൻ വേറെ ഒരു കറികളുടെ ആവശ്യമില്ല, ഈ ഒരു ഐറ്റം തന്നെ മതിയാവും. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് വഴുതനങ്ങയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അതൊന്ന് സ്ക്വയർ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ദെൻ ആദ്യം തന്നെ കുറച്ച് ഓയിൽ ഒഴിക്കുക, കുറച്ച് കടുക് ഇടുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഗാർലിക്കാണ് ഇടുന്നത്. ഗാർലിക്ക് ചതച്ചിട്ടാണ് ഇടുന്നത്. പിന്നെ ഒരു 2 ഉണക്കമുളകും കൂടി ഒന്ന് കട്ട് ചെയ്തിടുക. ദെൻ അതിൻ്റെ അകത്തോട്ട് കുറച്ചധികം കറിവേപ്പിലൊക്കെ ഇടുക. ദെൻ നമ്മളിടുന്നത് സവോളയാണ്. സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് കുറച്ച് സവോളയും കൂടി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യുക. അതിനകത്തോട്ട് ഒരു 1 സ്പൂൺ ചില്ലി പൗഡർ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള വഴുതനങ്ങ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് ഒക്കെ എടുക്കുകയുള്ളൂ. ദെൻ അതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുന്നത് നല്ല കട്ട തൈരും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഐറ്റം റെഡിയായി. അടിപൊളി ഐറ്റമാണ്. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക.